കോഴിക്കോട് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചു മരിച്ച 4ാം ക്ലാസ്സുകാരിയുടെ സഹോദരനും രോഗലക്ഷണമെന്ന വാർത്തയാണ്. കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. സ്രവ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു എന്ന വാർത്തയാണ്. സമീർ സി മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നു. സമീർ, ഈ അമീബിക് മസ്തിഷ്ക ജ്വരം വല്ലാത്തൊരു ഭീതിയാവുന്നുണ്ട്. ജാഗ്രത മതി എന്നൊക്കെ പറയുമ്പോൾ പോലും ഈ കുഞ്ഞിൻ്റെ 3 വയസ്സുകാരി കുഞ്ഞിൻ്റെ സഹോദരനും ഉറവിടം അവിടെ നിന്ന് തന്നെയാണെന്ന് അറിയാൻ കഴിയുന്നുണ്ടോ? എന്താണ് ആരോഗ്യ മേഖലയിൽ നിന്ന് അറിയാൻ കഴിയുന്നത് സമീർ? ഗുഡ് മോർണിംഗ് ഹാഷ്മി ക്രിസ്റ്റീന. കോഴിക്കോട് നിലവിൽ 2 പേരാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത്. 31കാരനായിട്ടുള്ള യുവാവും അപ്പോൾ തന്നെ 3 മാസം മാത്രം പ്രായമുള്ള ഒരു കൈക്കുഞ്ഞുമാണ് ചികിത്സയിൽ കഴിയുന്നത്. 2 പേരും കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ചികിത്സയിൽ കഴിയുന്നത്. ഇതിപ്പോൾ ഈ കുഞ്ഞിൻ്റെ കാര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കുഞ്ഞ് വെന്റിലേറ്ററിലാണ്. ഒരു കാര്യമായ ഒരു പുരോഗതി ഈ കുഞ്ഞിൻ്റെ ആരോഗ്യ മേഖലയിൽ ആരോഗ്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. 31 വയസ്സുകാരൻ്റെ കാര്യത്തിൽ ഒരല്പം കൂടി മെച്ചപ്പെടുന്നുണ്ട് എന്ന വിവരം കൂടി ആരോഗ്യവകുപ്പ് നൽകുന്നു, മെഡിക്കൽ കോളേജ് അധികൃതർ നൽകുന്നുണ്ട്. ഈ 2 പേർ ചികിത്സയിൽ കഴിയുന്നതോടൊപ്പമാണ് ഇപ്പോൾ മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 4 വയസ്സുകാരി മരിച്ചത്. ആ കുട്ടിയുടെ ഇളയ സഹോദരനായിട്ടുള്ള 7 വയസ്സുകാരന് ഇപ്പോൾ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ആശങ്കപ്പെടുത്തുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഈ കുട്ടിയെ കൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. കുട്ടിയുടെ സ്രവ സാമ്പിളുകളെല്ലാം തന്നെ ശേഖരിച്ചിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ലാബിലേക്ക് അയച്ചിട്ടുമുണ്ട്. ഈ കുട്ടിക്ക് ഛർദിലും അതുപോലെ തന്നെ ശക്തമായ പനിയുമാണ് അനുഭവപ്പെടുന്നത്. അത്തരമൊരു സാഹചര്യത്തിലാണ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരികയും സ്രവ സാമ്പിളുകൾ ഇപ്പോൾ പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ സംഭവത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളുമായിട്ട് ആരോഗ്യവകുപ്പ് മുന്നോട്ട് പോവുകയാണ്. തലക്കളത്തൂർ അതുപോലെ തന്നെ ഓമശ്ശേരി ഈ 2 പഞ്ചായത്തുകളിലാണ് ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ആരോഗ്യവകുപ്പിൻ്റെ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോകുന്നത്. ഒരു കുട്ടി അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരണപ്പെട്ടു. അതോടൊപ്പം തന്നെ 2 പേർക്ക് രോഗം സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു. ഒരാൾക്ക് ഇപ്പോൾ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരം ഒരു സാഹചര്യത്തിൽ ജാഗ്രത മാത്രം മതിയാകില്ല. അതിൽ ഒരു വലിയ ഒരു ആശങ്കപ്പെടുന്നു എന്ന് ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ഒരു ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. നമ്മുടെ ധാരണ ഈ പറയുന്ന എന്താണ്, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൊക്കെ ഇത് ഉണ്ടാവുന്നു. അപ്പോൾ അതിൽ മുങ്ങിക്കുളിക്കുന്നവർ, നീന്തുന്നവരിലൊക്കെ എന്താണ് ഈ അമീബാഗത്തേക്ക് കടക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ധാരണയും. 3 മാസം പ്രായമുള്ള കുഞ്ഞെങ്ങനെയാണെന്നേ അത് ബാധകമാവുക കുഞ്ഞിന്? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പിൻ്റെ പരിശോധന തുടരുകയാണ്. ഇതിനിടയിൽ ഇപ്പോൾ അവരിൽ നിന്ന് നമുക്ക് ലഭ്യമായ വിവരം ഈ കുഞ്ഞിന് രോഗം സ്ഥിരീകരിച്ചത് കിണറ്റിലെ വെള്ളത്തിൽ നിന്നാണ് എന്നതാണ്. അതിൻ്റെ സാമ്പിളുകൾ കഴിഞ്ഞ ദിവസം പരിശോധനയ്ക്ക് അയച്ചിരുന്നു. അതിൻ്റെ പരിശോധന ഫലം കൂടി അല്പസമയം മുമ്പ് വന്നിട്ടുണ്ട്. അതിൽ നിന്നാണ് ഈ 3 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിന് ഈ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് ആ വീട്ടിലെ കിണറ്റിൽ നിന്നാണ്. അവിടെ നിന്ന് ഈ കുട്ടിയെ കുളിപ്പിക്കുന്ന വേളയിൽ എപ്പോഴോ ഈ ചെവിയിലോ അതിലും വായിലോ മറ്റേതെങ്കിലും ഭാഗങ്ങളിലൂടെയോ അകത്ത് കയറിയതായിരിക്കും എന്ന ഒരു നിഗമനമാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് നൽകുന്നത്. കുട്ടിക്ക് മറ്റിടങ്ങളിൽ നിന്നൊന്നും തന്നെ കുഞ്ഞിന് വരാൻ സാധ്യതയില്ല. അത്തരമൊരു സാഹചര്യത്തിൽ കൂടിയായിരുന്നു കിണറ്റിലെ വെള്ളത്തിൻ്റെ സാമ്പിൾ എടുക്കുകയും അത് പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തിരിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അതിൻ്റെ ഫലം വന്നിരിക്കുന്നു. അതിലാണ് ഇപ്പോൾ കുട്ടിക്ക് രോഗം സ്ഥിരീകരിച്ചത് ആ വീട്ടിലെ കിണറ്റിൽ നിന്നാണ് എന്ന കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഹാഷ്മി, ഒരു കാലത്ത് അപൂർവമായി കണ്ടിരുന്ന ഒരു രോഗമാണ്. പക്ഷേ തുടർച്ചയായി ഇപ്പോൾ ഈ വാർത്തകൾ വരുന്നത് മാത്രമല്ല, ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യം നമ്മുടെ വീട്ടിലെ കിണറ്റിലെ ജലത്തിൽ പോലും അത് ഉണ്ടാവുന്നു എന്ന് പറയുന്നത്. അപ്പോൾ കിണർ ജലം പോലും പലപ്പോഴും നമ്മൾ പരിശോധിച്ച് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു, സൂക്ഷിക്കണം എന്നതാണ് ഇതിൻ്റെയൊക്കെ സൂചന.